സോ യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, കറങ്ങണ വാച്ചാണ്. ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ഞാൻ തരാം. നൗ ദി ടോക്ക് ഓഫ് ദിസ് വീഡിയോ ഈസ് പ്രഭേഡ. നൗ ഈ ഒരു മലയാള വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പരുന്നിൻ്റെ മഫിൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണമായിരിക്കണം, അങ്ങനെ എന്തോ ആണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. കൂടുതൽ ഞാൻ ചകഞ്ഞ് തപ്പാൻ പോയില്ല. പക്ഷേ ഈ ഒരു സിനിമ ഗവൺമെൻറ്റിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സൈന OTTയിലാണ് എനിക്ക് കിട്ടിയത്. കണ്ട് ചുരുളി ഒന്നുമല്ല ഇതിൻ്റെ മുൻപിൽ. ഐ മീൻ ദിസ് ഈസ് ടോട്ടലി സംതിങ് എൽസ്. കളിയാക്കാനാണോ? ഐ മീൻ ഈ സിനിമ ഉടനീളം കാണുന്നതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു കഥയില്ല എന്നാൽ കഥയുണ്ട്, എന്നാൽ എന്താ പറയുക, നമ്മുടെ ഒരു പുതിയ ഡയറക്ടറുണ്ട്. പുതിയതാണ്, ജസ്റ്റ് ഇറ്റ്സ് ഒരു ഡെബ്യൂ ഫിലിമാണ്. കൃഷ്ണേന്ദു കൈലാഷ് എന്തോ ആണ് കക്ഷിയുടെ പേര്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിം. ഞാൻ ഡിഗ് ചെയ്യാനും നിന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ട് കഴിയുമ്പോൾ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ കറങ്ങിത്തിരിക്കുന്നുണ്ട്. ബിക്കോസ് ഇതിൽ ഈ ഒരു മെയിൻ കഥാപാത്രമായ റൂബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് പേരുണ്ട്. ഒരു ഗവൺമെൻറ് ഓഫീസർ, അതിൻ്റെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന എന്തോ ഒരു വണ്ണാനാണ് കക്ഷി. പിന്നെ പോരാത്തതിന് ഒരു അന്യഗ്രഹ ജീവി. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ഒരു ഏലിയൻ ഈ ഒരു സിനിമയിൽ വന്നു ചേരുന്നുണ്ട്. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ഈ ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് ഈ സിനിമയിലുടനീളം എന്നെ കാണാൻ പ്രേരിപ്പിച്ചത്. ആൻഡ് ടു ബി നോട്ടഡ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് പോകുന്നത്. എന്നാൽ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മതി കണ്ടത് എനിക്ക് ഒരു തേങ്ങാപിണ്ണൊക്കെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഓഫാക്കാനും തോന്നിയോ അതുമില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ലാത്ത രീതിയിൽ അവിടെ പിടിച്ചങ്ങോട്ട് ഇരുത്തി നീ മുഴുവനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് എന്താ പറയുക, എൻ്റെ മനസ്സിനെ എന്നോട് തന്നെ പറഞ്ഞു. അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ ഒരു ഐറ്റം പ്രപീഡ. എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ ഫീലിംഗ്, ഒരു ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഫീലിംഗ്, ഡയറക്ടർ റൈറ്ററും ഒരാൾ തന്നെയാണ് കക്ഷി. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഒരു മെറ്റഫറിക്കായിട്ട് ചുറ്റും നടക്കുന്ന പൊളിറ്റിക്കലോ അല്ലെങ്കിൽ നടക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസുമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിസംബ്ലൻസ് അല്ലെങ്കിൽ ഒരു മെറ്റഫറിക് അതായിരിക്കാം തോന്നി. പക്ഷേ എനിക്ക് എവിടെയും ഒരു ടച്ച് ഫീൽ ചെയ്തില്ല. പിന്നീട് കഥയായിട്ട് എന്നെ കണ്ട് ആ ഒരു സിനിമാറ്റിക് ലോകം, ആ കഥ പറയുന്ന ലോകം കുറേ കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യം ആണ്. എന്താ പറയുക, മനുഷ്യന്മാർ തമ്മിൽ തല്ലൂട്ടി തുടങ്ങി. ആൻഡ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പൈലറ്റും കൺട്രോൾ റൂമും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ, അതും ഒരു കമ്പ്യൂട്ടർ ത്രൂ ആണ് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത്. കൺവെർസേഷൻസ് വളരെ കുറവാണ് ഈ ഒരു സിനിമയിൽ. ലൈക്ക് വോയിസ് കൊടുക്കുന്നത്, എസ്പെഷ്യലി ലേഡി വോയിസ് ഒട്ടും തന്നെ ഈ സിനിമയിലില്ല. ഫോർ സം റീസൺ, ഐ ഡോണ്ട് നോ എന്താണോ കാരണം. അങ്ങനെ ഒരുപാട് പോരായ്മകളും എന്നാൽ ഒരുപാട് കാണാൻ ക്യൂരിയോസിറ്റി തോന്നുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ സിനിമയിൽ ഒട്ടുമില്ല അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു നട്ട്ഷെല്ലിൽ എന്തിട്ടാ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ പടത്തെക്കുറിച്ചിട്ട്. ബട്ട് ഐ ഡു റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ദിസ് ഫിലിം. എന്തോ ഒരു പ്രത്യേക നമ്മുടെ വണ്ടർ വുമൺ ഇങ്ങനെ എറിഞ്ഞു വെക്കുന്ന ആ ഒരു ലാസോ വെച്ച് കിട്ടുന്ന പോലെ നമ്മളങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരുന്നുണ്ട് ഈ ഒരു സിനിമ മുഴുവൻ കാണാനായിട്ട്. ആൻഡ് യെസ്, കോമഡി എലമെൻറ്റ് ഇതിലൊരു പള്ളിയിലെ അച്ഛൻ, യെസ്, ആ ഒരു ക്യാരക്ടർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സോ കക്ഷി ആ ഒരു സ്റ്റെപ്പ് ഫാദറിനെ ഉറക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സീനുണ്ട്. സോ ആ ഒരു സീൻ, പിന്നെ ആ ഒരു വേട്ടക്കാരൻ കിടന്നുറങ്ങാൻ പോണ മുൻപ് കാണിക്കുന്ന ആക്ഷൻസും ശബ്ദങ്ങളൊക്കെയാണ് ഏറെക്കുറെ കോമഡി എലമെൻ്റായിട്ട് തോന്നിയത്. പിന്നെ ആ പള്ളിയിൽ അച്ഛൻ ചെയ്തു കൂടുന്ന കാര്യങ്ങളും ഇത്തിരി കോമഡി. ബാക്കി എല്ലാതും വീട്ടുമൊക്കെയതും ഒരു തരി സീരിയസ് രീതിയിൽ ഇങ്ങനെ സീരിയസ് നോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ക്ലൈമാക്സ് തോന്നിയൊരു കാര്യം, ഭയങ്കര കമ്പാരിസൺ തോന്നിയൊരു കാര്യം കൂടി ഈ സിനിമ കഥയുമായിട്ട്. ടോവിനോ തോമസിൻ്റെ ഒരു അവാർഡ് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ഫ്യൂ മന്ത്സ് ബാക്ക്, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ബട്ട് അത് ഇതുപോലെ തന്നെയായിരുന്നു. വേറെ ഒരു ലോകത്ത് കക്ഷി ഒരു കമ്പനി ഉണ്ട്. ആൻഡ് ടോവിനോ തോമസ് താമസിക്കുന്ന ഒരു ഒടിഞ്ഞ് പഴകിയ ബസ്സിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ
ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡി വരുന്നു, പിന്നെ അവരുണ്ടായിട്ടുണ്ടാകുന്ന ഒരു തരം സംഭാഷണ മുഹൂർത്തങ്ങൾ, ഏറ്റവും എന്താണൊക്കെ സംഭവിക്കുക അത് ഇതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു ക്ലൈമാക്സിൽ നിന്ന് എനിക്കൊരു കാര്യം പിടുത്തം കേട്ടിട്ടില്ല. സോ ഈ ഒരു സിനിമ തന്നെ ആ ഒരു ലീഗിലേക്ക് തട്ടി വിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഹാൻഡ്സ് ഓഫ് ടു ഡയറക്ടർ. ലൈക്ക് ഇതെങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പിടിച്ചിരുത്തിയ ഒരു സിനിമയാണ്. ലൈക്ക് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ സിനിമയെ കുറിച്ച്. ലൈക്ക് ഒരു വൺ ട്വിസ്റ്റ് വരും അല്ലെങ്കിൽ വൺ ക്ലൈമാക്സ് വരും എന്നൊന്നുമില്ല. ലൈക്ക് പടം ഹാഫ് എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് കൂടുതലൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇരുന്ന് കാണാൻ തോന്നി ഒരു സിനിമ പ്രോപ്പർഡ്. ആൻഡ് ദിസ് മൂവി ഹാസ് ഓൾസോ ബാഗ്ഡ് ലോട്ട് ഓഫ് അവാർഡ്സ്. ദേ ഡിസേർവ് ഇറ്റ്. കാരണം ഈ ഒരു ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ദേ ഹാവ് ഡിൻ എ ഫാൻറ്റാസ്റ്റിക് ജോബ്. കൈയടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് AI അല്ലെങ്കിൽ VFX ഒക്കെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അത് ശരിക്കും ഫീൽ ചെയ്യില്ല. ലൈക്ക് ഇതിൽ ചില റോബോട്ട്സ് വരുന്ന ഒരു സീനുണ്ട്. ആൻഡ് നമ്മുടെ അവഞ്ചേഴ്സിൽ ഗ്രൂട്ട് എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു ഐറ്റവും ക്ലൈമാക്സ് കൊണ്ട് ചേർന്ന് വരുന്നുണ്ട്. സോ ലൈക്ക് ഞാൻ ഇത്രയും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നില്ല. മലയാള സിനിമയിൽ ഇങ്ങനത്തെയൊക്കെ ഫേസ് പ്രൊപ്പീഡ എന്ന് പറയുന്ന സിനിമ ചെന്ന് കാണാം. കഴിഞ്ഞ ഫെബ്രുവരിയിലോ ജനുവരിയിലോ എപ്പോഴും റിലീസായതാണ്. തിയേറ്ററിൽ ഞാൻ ഈ പോസ്റ്റർ കണ്ടതായിട്ട് തന്നെ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഐ ഡോണ്ട് റിമെമ്പർ അങ്ങനത്തെ ഒരു പോസ്റ്റർ എന്ന് തിയേറ്ററിലോട്ട് ഇതായിട്ടുള്ളത്. ബട്ട് എനിവേ ഇതൊക്കെയാണ് ഈ പടത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കഥയൊന്നും മനസ്സിലായില്ല, എന്നാലും കാണാൻ തോന്നും. ഇതൊക്കെ മതിയടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റാപ്പിംഗ് അപ്പ്. യെസ്, അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം, തുടക്കത്തിൽ പറഞ്ഞ സംഭവം ഈ വാച്ചിനെ കുറിച്ചിട്ടാണ്. ദിസ് തിങ് കോസ്റ്റ് അറൗണ്ട് മോർ ദാൻ 20,000. ഈ ഒരു അല്ലോയ് സാധനം ഇങ്ങനെ തിരിയും. ദിസ് ഈസ് സോ നൈസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതിൽ ഞാൻ പറയാം. ഇതിനെക്കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻസും അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം. അതുവരേക്കും stay tuned as usual. I'll be coming back with other draw-dropping topics. അതുവരേക്കും വണക്കം തമ്പി.